നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ നിങ്ങളെ നിരവധി ടാബ്ലറ്റുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിനകത്തെല്ലാം കണ്ടിരുന്ന ഒരു പ്രത്യേകത ഉണ്ട്. അതെല്ലാം പലപ്പോഴും 4G ടാബ്ലറ്റുകളായിരുന്നു. എന്നാൽ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് റിയൽമി പുറത്തിറക്കിയിരിക്കുന്നു. ഇതൊരു 5G ടാബ്ലറ്റ് ആണ്. ഇന്ന് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു ദിവസം ആക്ച്വലി ഇന്ത്യയിൽ 5G സ്പെക്ട്രത്തിന് വേണ്ടിയുള്ള ലേലം നടക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇന്ത്യയിൽ 5G എത്തും. അപ്പോൾ ഇനി 4G ടാബുകളോ അല്ലെങ്കിൽ 4G സ്മാർട്ട് ഫോണുകളോ വാങ്ങുന്നതിനകത്ത് അത്ര കണ്ട അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം റിയൽമി ഇത്തരത്തിൽ ടാബ്ലറ്റ് രംഗത്തും ഇത്തരത്തിലൊരു 5G ടാബ്ലറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് റിയൽമി പാഡ് എക്സ് എന്ന പേരിൽ. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് റിയൽമി പാഡ് എക്സ് എന്ന ടാബ്ലറ്റിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമുക്കിതിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ് കാണാം. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഒരുപാടൊന്നും ഉപയോഗിച്ചില്ല. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഈ ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ചു. ഈ ഒരു ടാബ്ലറ്റിൻ്റെ പ്രത്യേകത ഇതിനോടൊപ്പം നമുക്ക് ഇത്തരത്തിലൊരു കീബോർഡ് ആക്സസറി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഒരു പെൻസിൽ സപ്പോർട്ടും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ടാബ്ലറ്റിന് റിയൽമി നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ബാക്കിൽ ഇതുപോലെ ഒരു ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. 13 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ മൊത്തത്തിൽ നല്ല ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ വോളിയം റോക്കേഴ്സ് കാണാം. അതുപോലെ ഇവിടെ ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ചപ്പോൾ ഇതിനകത്ത് ഏറ്റവും എന്നെ ഇംപ്രസ് ചെയ്തത് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി തന്നെയാണെന്ന് പറയേണ്ടി വരും. 4 സ്പീക്കറുകളാണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ 2 വശത്തായിട്ട് 2 സ്പീക്കറുകളും ഇപ്പുറത്തെ 2 സ്പീക്കറുകളായിട്ട് മൊത്തം 4 സ്പീക്കറുകൾ കൊടുത്തിട്ടുണ്ട്. ചാർജിങ്ങിന് വേണ്ടി ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ സിം ഇടാൻ സാധിക്കും. ഓർക്കുക, ഇതിൻ്റെ തന്നെ ഒരു വൈഫൈ വേരിയൻറ്റും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് 5G സപ്പോർട്ടുള്ള സിം കാർഡ് ഇടാം എന്നുള്ളതാണ് ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇത് ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഒരേ സമയം ഒരു മെമ്മറി കാർഡും ഒരു സിം കാർഡും അല്ലെങ്കിൽ 2 സിം കാർഡ് എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ടാബ്ലറ്റിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. എന്ത് തന്നെയായാലും നേരത്തെ പറഞ്ഞ കണക്ക് ഇതിനൊരു നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു ടാബ്ലറ്റിനുണ്ട്. അതുപോലെ ഇതിൻ്റെ പവർ ബട്ടൺ ഈ ഒരു സൈഡിലാണ്. റിയൽമിയുടെ ഇതിനു മുമ്പ് പുറത്തിറക്കിയ 2 ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. അത് രണ്ടും നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. അതിൻ്റെയൊക്കെ ഈ സൈഡിലാണ് ഈ ഒരു പവർ ബട്ടൺ കൊടുക്കുന്നത്. ഈ വോളിയം റോക്കേഴ്സിന് അടുത്താണ് പല ടാബ്ലറ്റിലും സാധാരണ പവർ ബട്ടൺ വരാറുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അബദ്ധവശാൽ ചെന്ന് പവർ ബട്ടണിൽ കൈ പ്രസ് ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം വരാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു വ്യത്യസ്തമായ മറു സൈഡിലേക്ക് ഈ ഒരു പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത് നല്ല കാര്യമായിട്ട് പറയട്ടെ. ഈ ഒരു ടാബ്ലറ്റിന് കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും 7.1 മില്ലിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ഒരു തിക്നെസ്. അതുപോലെ 499 ഗ്രാം, അതായത് 1/2 കിലോയിൽ താഴെ മാത്രമാണ് ഇതിൻ്റെ ഒരു വെയിറ്റ്. എന്ത് തന്നെയായാലും മൊത്തത്തിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഈ ഒരു ടാബ്ലറ്റിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 10.95 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഓർക്കുക, ഇതൊരു LCD ഡിസ്പ്ലേ ആണ്. അപ്പോൾ എനിക്ക് ഇതിനകത്തൊരു AMOLED ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ കൊള്ളാം എന്നൊരു തോന്നലുണ്ട്. പക്ഷേ ഈ ഒരു ടാബ്ലറ്റിൻ്റെ പ്രൈസിങ് കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഇത്തരത്തിൽ LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും തരക്കേടില്ലാത്ത ക്വാളിറ്റിയുള്ള LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തൊരു മൾട്ടിമീഡിയ വാച്ചിങ് ഒക്കെ വളരെ മനോഹരമായിട്ട് ഉണ്ട് എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഈ കാണുന്നത് പോലെ അതിമനോഹരമായിട്ടുള്ള ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് സമ്മാനിക്കുന്നുണ്ട്. നല്ല ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ സ്ക്രീനിൽ നിന്നൊരു വലിയ സ്ക്രീനിലേക്ക് നമുക്ക് മൂവിയൊക്കെ കാണാൻ ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ടാബ്ലറ്റ് തന്നെയാണ് ഈ ഒരു റിയൽമി പാഡ് എക്സ് എന്ന പേരിൽ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഒരു ടാബ്ലറ്റ്. അതുപോലെ ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും ഒക്കെ ഒരുവിധം നല്ല ബ്രൈറ്റർ ഡിസ്പ്ലേ തന്നെയാണ്. പ്രശ്നമൊന്നുമില്ല. കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരു മാക്സിമം ബ്രൈറ്റ്നസ് ആണ് ഇപ്പോൾ ഇവിടെ വെക്കുന്നത്. നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ടാബ്ലറ്റിന് റിയൽമി നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ഒന്ന് കേട്ടു നോക്കാം. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയതും ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി തന്നെയാണ്. നല്ല ലൗഡാണ്, നല്ല ക്വാളിറ്റി. സാധാരണ സ്മാർട്ട് ഫോണുകൾ കേൾക്കുന്നത് പോലെയല്ല. നല്ല ഒരു സൗണ്ട് ഉണ്ട്, നല്ല വോളിയം ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സ്റ്റീരിയോ സെപ്പറേഷൻ ഉണ്ട്. മൊത്തത്തിൽ സൗണ്ട് ക്വാളിറ്റി പക്ക. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ഈ ഒരു 4 സ്പീക്കർ കൂടെ ചേർന്നൊരു സൗണ്ടിനകത്ത് ശബ്ദത്തിൻ്റെ ഒരു മായിക ലോകം തന്നെ സൃഷ്ടിക്കുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ അനുഭവം അത് വേറെ ലെവൽ. നമുക്ക് മൂവിയെ കാണാൻ ഉഗ്രനായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് എന്ന് നിസ്സംശയം പറയാം. ഈ ഒരു ടാബ്ലറ്റിനകത്ത് മികച്ച സൗണ്ട് ക്വാളിറ്റി നൽകുന്ന
പറയുന്നതിന് വേണ്ടി ഡോൾബി അറ്റ്മോസിൻ്റെയും ഹൈറസ് ഓഡിയോയുടെയും സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ടാബ്ലറ്റിൻ്റെ യൂസർ ഇൻ്റർഫേസിനെ കുറിച്ച് പറഞ്ഞാൽ നേരത്തെ വന്ന റിയൽമിയുടെ ടാബ്ലറ്റിലൊക്കെ ഏകദേശം സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയിരുന്നു വന്നത്. എന്നാൽ ഇത്തവണ നമുക്ക് റിയൽമിയുടെ സ്മാർട്ട് ഫോണുകൾ കാണുന്ന തരത്തിൽ റിയൽമിയുടെ റിയൽമി UAE 3 ഇത് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 12 ആണ്. അപ്പോൾ ഈ ഒരു ടാബ്ലറ്റ് എനിക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 11 ആയിരുന്നു. അപ്പോൾ തന്നെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരികയും ഉടൻ തന്നെ ആൻഡ്രോയിഡ് 12 മാറുകയും ചെയ്തു. അപ്പോൾ നിങ്ങളിത് വാങ്ങുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 11 ആകാം, ചിലപ്പോൾ കിട്ടുമ്പോൾ 12 തന്നെ ആകാൻ സാധ്യതയുണ്ട്. എന്തായാലും എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ആൻഡ്രോയിഡ് 11 ആയിരുന്നു. ഇപ്പോൾ ഇത് ആൻഡ്രോയിഡ് 12 മാറിയിട്ടുണ്ട് ഫസ്റ്റ് ആ ഒരു അപ്ഡേറ്റിലൂടെ തന്നെ. അപ്പോൾ ഇതൊരു ടാബ്ലറ്റ് ആയതുകൊണ്ട് തന്നെ ഈ മൾട്ടി വിൻഡോ സപ്പോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതായത് ഒരേ സമയം നമുക്ക് ഒന്നിലധികം ആപ്ലിക്കേഷൻസ് ഒക്കെ ഇവിടെ മൾട്ടി വിൻഡോ ആയിട്ട് ഓപ്പൺ ചെയ്തുകൊണ്ടുള്ള ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സാധ്യമാണ്. മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം, റിയൽമിയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളെ നമുക്ക് ഇതുമായിട്ട് കാസ്റ്റ് ചെയ്യാൻ സാധിക്കും. റിയൽമിയുടെ കൂടിയ ചില ഫോണുകൾ GT Neo 3 പോലുള്ള ചില സ്മാർട്ട് ഫോണുകളുടെ ഡിസ്പ്ലേ ഡിറ്റോ അതിനകത്തേക്ക് കാസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ സാധിക്കും. എന്തായാലും റിയൽമിയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾക്ക് മാത്രമേ അത്തരമൊരു സപ്പോർട്ട് നൽകിയിട്ടുള്ളൂ എന്നുള്ളതൊരു കുറവായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, റിയൽമിയുടെ സ്മാർട്ട് ഫോണുകൾ കാണുന്ന പോലുള്ള ബ്ലോട്ട്വെയർസുകൾ എന്തായാലും ഇതിനകത്തില്ല. ഇതിനകത്ത് ഗൂഗിളിൻ്റെയും റിയൽമിയുടേതും അല്ലാതുള്ള ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് മാത്രമാണ്. ബാക്കിയൊന്നും അങ്ങനെ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നില്ല എന്നുള്ളൊരു വലിയ കാര്യമാണ്. ഒന്നോട്ടൊക്കെ ഞാൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതുപോലൊരു കീബോർഡിൻ്റെ സപ്പോർട്ട് ഈ ഒരു ടാബ്ലറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കീബോർഡ് നമുക്ക് ഇതുപോലെ ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. ഒരു കേസ് പോലെയാണ് ഈ കീബോർഡ് ഉപയോഗിക്കുക. അതുപോലെ ഈ ഒരു കീബോർഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 250 mAh ബാറ്ററി നൽകിയിട്ടുണ്ട്. ഇത് ഇവിടെ USB Type-C ചാർജർ ഉപയോഗിച്ചുകൊണ്ട് വല്ലപ്പോഴും നമുക്ക് ഈ ഒരു കീബോർഡ് ചാർജ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചാർജ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഇത് ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു ബട്ടണും ഈ കീബോർഡിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കീബോർഡിനെ കുറിച്ച് പറഞ്ഞാൽ കണ്ടില്ലേ, ഇത്തരമൊരു ഇൻ്റർഫേസാണ് ഈ കീബോർഡിന് നൽകിയിരിക്കുന്നത്. നമുക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ വളരെ സ്മൂത്താണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിനൊക്കെ അല്ലെങ്കിൽ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതുപോലെ ടൈപ്പ് ചെയ്യുന്നതിനൊക്കെ ഈ ഒരു ടാബ്ലറ്റിനകത്ത് ഈ ഒരു കീബോർഡ് നമ്മെ ഭയങ്കരമായിട്ട് സഹായിക്കും. വളരെ സ്മൂത്തായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഉള്ളൊരു കുറവെന്ന് പറയുന്നത് ഒരു ട്രാക്ക് പാഡ്, ഒരു ചെറുതെങ്കിലും എവിടെയെങ്കിലും ഒന്ന് വെക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ട്രാക്ക് പാഡ് ഇല്ല, പക്ഷേ ട്രാക്ക് പാഡിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പെൻസിൽ നമുക്കിതുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. കണ്ടില്ലേ, മൗസിന് പകരമായിട്ടോ അല്ലെങ്കിൽ ട്രാക്ക് പാഡിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു പെൻസിലിൻ്റെ സപ്പോർട്ടും ഈ ടാബിനോടൊപ്പം റിയൽമി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെൻസിൽ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മൗസിന് പകരമായിട്ട് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഈ ഒരു പെൻസിൽ നമുക്കിത് ഈ ഒരു ടാബ്ലറ്റിന്റെ മുകളിൽ ഇത്തരത്തിൽ ഈ ഒരു ഭാഗത്ത് മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. ഇങ്ങനെ മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യുമ്പോൾ ഇവിടെ അതിന്റെ ചാർജിങ്ങും വയർലെസ്ലി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ ആ ചാർജിങ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക്കലി ഇങ്ങനെ വെക്കാം എന്നുള്ളത് മാത്രമല്ല, വയർലെസ്ലിയും അവിടെ ചാർജിങ് നടക്കുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു പെൻസിൽ കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇതിനകത്ത് സാധ്യമാണ് എന്നുള്ളതും പ്രത്യേകതയാണ്. കണ്ടില്ലേ, വളരെ സ്മൂത്തായിട്ട് നമുക്ക് എഴുതാനും ഒക്കെ സാധിക്കും. എഴുതിയിട്ട് ഇതുപോലെ വെക്കാം. അതുപോലെ ഈ ഒരു പെൻസിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. വെറും 16.5 ഗ്രാം മാത്രമേ ഉള്ളൂ. വളരെ പ്രഷർ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പെൻസിൽ തന്നെയാണ് ഇത്. അതുപോലെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് വന്നിട്ട് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 11 മണിക്കൂറോളം ഉള്ളൊരു ബാറ്ററി ലൈഫ് ഇതിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ 60 ഡിഗ്രി വരെ ടിൽറ്റ് ചെയ്ത് വേണമെങ്കിലും നമുക്കിങ്ങനെ ചരിച്ച് വെച്ച് വേണമെങ്കിലും നമുക്കിത് എഴുതാൻ സാധിക്കും. വളരെ സൂപ്പർ ലോ ലേറ്റൻസി ഇതിന് നൽകുന്നുണ്ട്. വെറും 1 മിനിറ്റ് വെച്ച് ചാർജ് ചെയ്താൽ തന്നെ 25 മിനിറ്റ് നമുക്കിത് ഉപയോഗിക്കാൻ തക്ക രീതിയിൽ വളരെ ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു പെൻസിലിനും നൽകിയിട്ടുണ്ട്. ഓർക്കുക, ഈ ഒരു കീബോർഡും ഈ ഒരു പെൻസിലും നമ്മൾ അഡീഷണൽ ആക്സസറി ആയിട്ട് വാങ്ങേണ്ടതാണ്. ടാബ് വാങ്ങുമ്പോൾ അതിനോടൊപ്പം ബണ്ടിൽ ചെയ്യുന്നില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കണം. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പെർഫോമൻസ് സൈഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് സിം കാർഡ് ഇടാം. അപ്പോൾ ആ ഒരു സിം കാർഡ് 5G സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5G സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറയുന്ന പ്രോസറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ലെവൽ പ്രോസറാണ് ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറയുന്ന പ്രോസസർ. കൂടാതെ ഇതിനകത്ത് അപ് ടു 6GB അതുപോലെ 128GB ഇതിനകത്തുള്ളത്. അതായത് 6GB റാം ഉണ്ട്, 4GB റാമിൻ്റെ ഒരു വേരിയൻറ്റും ഉണ്ട്. അതുപോലെ 128GB ആണ് ഇൻറ്റേർണൽ മെമ്മറി. ഇതിൻ്റെ റാം നമുക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 6GB ആണെങ്കിൽ നമുക്ക് 2, 3, 5 എന്നീ 3 ഓപ്ഷനിലേക്ക് മാക്സിമം 5 വരെ എക്സ്പാൻഡ് ചെയ്താൽ തന്നെയും നമുക്ക് ഏതാണ്ട് 11GB റാം ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ്. എന്തായാലും ഇതിനകത്ത് ഗെയിമൊക്കെ കളിക്കാൻ സാധിക്കും. കാരണം 695 എന്ന് പറയുന്ന ഒരുവിധം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മിഡ് റേഞ്ച് പ്രോസസ്സറാണ്. ഭയങ്കരമായിട്ടുള്ള ഗെയിമിംഗ് സപ്പോർട്ട് ഇല്ലെങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് സപ്പോർട്ട് നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് സമ്മാനിക്കും.
ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് 5G പ്രോസറാണ് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ടാബ്ലറ്റിന് നേരത്തെ കണ്ടതുപോലെ ബാക്കിൽ ഒരു ക്യാമറയാണ് ഉള്ളത്. അത് 13 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. അപ്പോൾ 105 ഡിഗ്രി വൈഡ് ആയിട്ടുള്ള ഒരു 8 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് ലൈം ലൈറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഈ ഒരു ഫ്രണ്ട് ക്യാമറയിൽ നൽകിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് സെൻറ്ററിലല്ല എങ്കിൽ അത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളെ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യും. അത്തരത്തിൽ അലൈൻ ചെയ്തുകൊണ്ട് അപ്പോൾ വീഡിയോ കോളിലൊക്കെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതൊക്കെ ഒരു സൈഡിലോട്ട് ഇരുന്നാലും ഒന്ന് റെഡിയാക്കി സെൻറ്ററിലാക്കി നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലൊരു ലൈം ലൈറ്റ് ഫംഗ്ഷൻ ഈ ഒരു ടാബിനകത്ത് റിയൽമി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയെ കുറിച്ചൊന്നും ഒരുപാടൊന്നും പറയാനില്ല. കാരണം നമ്മൾ ഒരിക്കലും ടാബ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് വെളിയിലൊന്നും പോയി അധികം ഫോട്ടോ ഒന്നും എടുക്കാറില്ല. ജസ്റ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സ്കാൻ ചെയ്യാൻ വേണം ബാക്ക് ക്യാമറ ഉപയോഗിക്കാം, വീഡിയോ കോൾ ചെയ്യാൻ ഫ്രണ്ട് ക്യാമറ ഉപയോഗിക്കാം. അതിന് ഓക്കെയാണ് 13 മെഗാ പിക്സലിൻ്റെയും 8 മെഗാ പിക്സലിൻ്റെയും ഈ ക്യാമറ സെറ്റ്. അടുത്തായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ബാറ്ററിയെ കുറിച്ചാണ്. 8340 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു ടാബ്ലറ്റിൽ നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കുറച്ചുകൂടി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഒരു 80 വാട്ടൊക്കെ നൽകാമായിരുന്നു തോന്നി. കാരണം 8340 mAh 33 വാട്ട് ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാൻ കുറച്ച് ടൈം എന്തായാലും എടുക്കും. അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുക്കാമെന്ന് തോന്നി. 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഇപ്പോൾ വരുന്ന സ്മാർട്ട് ഫോണുകൾ പോലും കുറച്ച് താഴെ നിൽക്കുന്നു എന്ന് വേണം പറയാൻ. 65 80 വാട്ടും റിയൽമിയുടെ തന്നെ 150 വാട്ടിൻ്റെയൊക്കെ സ്മാർട്ട് ഫോണുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടി ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകാമെന്ന് തോന്നി. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതായത് ഇതിനകത്ത് 8340 mAh ബാറ്ററി കപ്പാസിറ്റി ഇതിലുണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ ഫോൺ ഉപയോഗിക്കുന്ന ഫോണിനകത്ത് ചാർജ് തീർന്നാൽ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് ഈ ഒരു ടാബ്ലറ്റിനെ ഒരു പവർ ബാങ്ക് പോലെ ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റ് ഡിവൈസുകൾ ചാർജ് ചെയ്യാൻ ഇതൊരു പവർ ബാങ്ക് പോലെയും ഉപയോഗിക്കാം. രണ്ട് വ്യത്യസ്ത നിറങ്ങളാണ് ഈ ഒരു പ്രോഡക്റ്റിൽ ലഭിക്കുന്നത്. ഗ്ലേഷ്യർ ബ്ലൂവും ഗ്ലോവിംഗ് ഗ്രേയും. നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഗ്ലോവിംഗ് ഗ്രേ എന്ന കളർ വേരിയന്റ് ആണ്. ഇതിന്റെ പ്രൈസിനെ കുറിച്ച് പറഞ്ഞാൽ 3 വേരിയന്റ് ആണ് ഈ ഒരു ടാബ്ലറ്റ് ഉള്ളത്. അതായത് 4GB 64GB ബേസ് വേരിയന്റ്. അത് വന്നിട്ട് 5G സപ്പോർട്ട് ഇല്ല, വൈഫൈ ഉള്ളിയാണ്. നമ്മുടെ വീട്ടിൽ വൈഫൈ ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഡേറ്റ ടെതർ ചെയ്തോ ഉപയോഗിക്കാം. 4GB 64GB വൈഫൈ ഉള്ളി. അതിൻ്റെ വില എന്ന് പറയുന്നത് 19,999 രൂപ, 20,000 രൂപയാണ്. അതും മതി സത്യം പറഞ്ഞ കാര്യം. ഞാൻ ഒരു രഹസ്യം പറയാം. നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ അതിനകത്ത് മൊബൈൽ ഡേറ്റ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ടെതർ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ടാബ്ലറ്റ് മേടിച്ചെന്ന് പറഞ്ഞ് ഇതിനകത്ത് മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യാൻ വേണ്ടി പിന്നൊരു സിം കാർഡൊന്നും എടുക്കാൻ നിൽക്കണ്ടല്ലോ അല്ലേ. നമ്മുടെ ആ ഒരു മൊബൈൽ ഡേറ്റ ടെതർ ചെയ്ത് ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വൈഫൈ ഉള്ളി എടുത്താൽ മതി. പ്രൈസ് കുറഞ്ഞ് നിൽക്കും, 19,999 രൂപ. ഇനി നിങ്ങൾക്ക് സിം കാർഡ് ഇട്ടേ മതിയാവും എന്നുണ്ടെങ്കിൽ 4GB 64GB വിത്ത് 5G സപ്പോർട്ടുള്ള സിം കാർഡ് ഇടാവുന്നതിൻ്റെ വില എന്ന് പറയുന്നത് 25,999 രൂപയാണ്. നോക്കിയ വില എന്ന് വന്നത് 6,000 രൂപ കൂടി വൈഫൈ ഓൺലി കാൾ. അതുപോലെ ഹയർ വേരിയന്റ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ട 6GB 128 വിത്ത് 5G സപ്പോർട്ട്, അതിൻ്റെ വില എന്ന് പറയുന്നത് 28,000 രൂപയുമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ വൈഫൈ ഉള്ളി തന്നെ ഒരു മികച്ച ബൈ തന്നെയാണ്. ഈ പറഞ്ഞ കീബോർഡും ഈ പറഞ്ഞ പെൻസിലും അഡീഷണൽ ആക്സസറി ആയിട്ട് വാങ്ങാവുന്നതാണ്. അതിൻ്റെ സപ്പോർട്ട് നൽകിയിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇത്രയും പ്രൈസും ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ റിയൽമിയുടെ തന്നെ മറ്റ് 2 ടാബ്ലറ്റുകൾ നേരത്തെ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. റിയൽമി ടാബ്ലറ്റ് ജയരാജ് എന്ന് സെർച്ച് ചെയ്താൽ ഒരു പക്ഷേ നമ്മുടെ ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും.